ഫ്രാൻസിന്റെ കിഴക്ക് ഭാഗത്ത് സ്വിറ്റ്സർലാൻഡിനോട് ചേർന്നുള്ള ഒരു കൊച്ചു രാജ്യമാണ് ലിക്റ്റൻസ്റ്റീൻ. ഏകദേശം 10 കിലോമീറ്റർ നീളവും 4 കിലോമീറ്റർ വീതിയുമുള്ള ഒരു മൈക്രോനേഷനാണ് ലിക്റ്റൻസ്റ്റീൻ. ഇന്ത്യയുടെ 60 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. വെറും 40,000 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഈ രാജ്യം കൂടുതലും കയറ്റുമതി ചെയ്യുന്നത് പല്ല് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ കളിമൺ പാത്രങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. കൂടുതലും യൂറോപ്യൻ യൂണിയനിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ലിക്റ്റൻസ്റ്റീൻ അതിസമ്പന്നമായ രാജ്യമാണെങ്കിലും ഭക്ഷണം പൂർണ്ണമായും വിദേശത്ത് നിന്ന് വാങ്ങിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സ്വന്തമായി ഗോതമ്പും ബാർലിയും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്യുന്നു. കന്നുകാലി വളർത്തലും ധാരാളമുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ചെറിയ രാജ്യമാണെങ്കിലും വളരെ നല്ല ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇവിടെയുണ്ട്. 250 കിലോമീറ്റർ റോഡ് നെറ്റ്വർക്കുണ്ട്. അതുപോലെ 90 കിലോമീറ്ററോളം ബൈസിക്കിൾ നെറ്റ്വർക്കുമുണ്ട്. അതിനു പുറമെ 95 കിലോമീറ്റർ റെയിൽവേയുമുണ്ട്. 4 റെയിൽവേ സ്റ്റേഷനുകളുമുണ്ട്. അതിസമ്പന്ന രാജ്യമായിട്ടും ലിക്റ്റൻസ്റ്റീനിൽ സ്വന്തമായി ഒരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതിന് കാരണം ഒരു റൺവേ ഉണ്ടാക്കാൻ മാത്രം പരന്ന സ്ഥലം രാജ്യത്ത് എവിടെയും ഇല്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും കോടീശ്വരന്മാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റീൻ. അതുകൊണ്ട് ഇവിടെ ശക്തമായ ഒരു രഹസ്യ പോലീസ് ഉണ്ട്. ലിക്റ്റൻസ്റ്റീനിലെ ജനങ്ങൾ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. 95% ക്രിസ്ത്യാനികളാണ്. ഏകദേശം 5% മുസ്ലിങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. ലിക്റ്റൻസ്റ്റീൻ ഡയറക്റ്റ് ഡെമോക്രസിയാണ് ഫോളോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ MLA-മാരെയോ MP-മാരെയോ തിരഞ്ഞെടുക്കുകയല്ല, ജനങ്ങൾക്ക് നേരിട്ട് തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുകയും ജനങ്ങൾ നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ലിക്റ്റൻസ്റ്റൈനിലെ രീതി. ലിക്റ്റൻസ്റ്റീന്റെ തലസ്ഥാനം വാഡസ് വില്ലേജ് ആണ്. വാഡസ് ഒരു ഗ്രാമമല്ല, എങ്കിലും ഈ നഗരത്തിന് വില്ലേജ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. വില്ലേജ് എന്നുള്ള പേര് കണ്ട് ധാരാളം ആളുകൾ വാഡസ് പട്ടണത്തിൽ ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്നു. ലിക്റ്റൻസ്റ്റീനിലെ റെസ്റ്റോറന്റുകൾ പൊതുവെ എക്സ്പെൻസീവ് ആണ്. റെസ്റ്റോറന്റ് ഫോറം ഷാൻ നഗരത്തിലാണ്. യെല്ലോ കളർഡ് ഡെക്കറേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പോളിഷ്ഡ് വുഡും ജനലിനരികിലുള്ള സോഫകളും മികച്ച ഡൈനിങ് എക്സ്പീരിയൻസ് നൽകുന്നു. സ്വിസ് ഫുഡാണ് കൂടുതൽ കൊടുക്കുന്നത്. ഔട്ട്ഡോർ സീറ്റുകളുമുണ്ട്. മാരി റെസ്റ്റോറൻറ്റ് വളരെ ചെലവ് കൂടിയ ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ ലക്ഷൂറിയസ് ആയ സോഫകളും ഔട്ട്ഡോർ സീറ്റുകളും നന്നായി സെറ്റ് ചെയ്ത ടേബിൾസും ഇവിടെ കാണാം. ഈ റെസ്റ്റോറൻറ്റിന്റെ ഉടമസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിളിലും വന്ന് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവണമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പച്ചക്കറി ഭക്ഷണം മാത്രം കഴിക്കുന്ന കോടീശ്വരന്മാർ ധാരാളമുള്ളതുകൊണ്ട് വെജിറ്റേറിയൻ ഓപ്ഷൻസും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.